ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ചരാചര വസ്തുക്കളുണ്ടോ അതെല്ലാം തന്നെ പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, വായു, ജലം, ഭൂമി, അഗ്നി. ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചതാണ് ഈ കാണുന്ന എല്ലാ വസ്തുക്കളും. മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, മരങ്ങളാവട്ടെ, എല്ലാം തന്നെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതായതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ നിലനിൽക്കുന്നതാണ്. ഈ പഞ്ചഭൂതങ്ങൾ പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ ഉണ്ടായതെല്ലാം ഏതിനൊക്കെ തുടക്കമുണ്ടോ അതിനൊക്കെ ഒടുക്കമുണ്ട്. നമ്മൾക്ക് ജനനം ഉണ്ടാകുന്നു, ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, അങ്ങനെ നമ്മൾ മരിച്ചു പോകുന്നു. ഇത് എല്ലാ ജീവികൾക്കും കാണാം, അതിൽ ആർക്കും വ്യത്യാസമില്ല. ഇങ്ങനെ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് പരിണാമമില്ലാത്ത ഒരു ആത്മാവുണ്ട്. അതിനെയാണ് ദൈവം എന്നൊക്കെ പറയുന്നത്. ഈ ആത്മാവ് ഏകമാണ്. അതാണ് ഗീതയിൽ പറയുന്നത്, ന ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്വാ ഭവിതാവാനഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ഒരിക്കൽ ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല. ജനനരഹിതനും നിത്യനും മാറ്റമില്ലാത്തവനും പൗരാണികനുമായ ഈ ആത്മാവ് ഈ ദേഹം നശിക്കുമ്പോഴും നശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാം നാശമില്ലാത്ത ആത്മാവാണ് എന്നാണ് പറയുന്നത്. ആ ആത്മാവിനെ കണ്ടെത്തുമ്പോൾ മാത്രമേ മനുഷ്യൻ സ്വസ്ഥനും പൂർണ്ണനും ആവുകയുള്ളൂ. ആത്മാവിനെ കണ്ടെത്തുന്നത് വരെ നമ്മൾ ഈ ലോകത്ത്, ഈ സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിനെ കണ്ടെത്താത്തത് കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും. നമ്മളെല്ലാവരും ശരീരബോധത്തിൽ ഊന്നിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ എന്നുള്ള ഒരു അഹന്ത നമുക്കെല്ലാവർക്കുമുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും വേദനയും ഉണ്ടാകുന്നത്. ഈ യാഥാർത്ഥ്യം നമുക്കാർക്കും നിഷേധിക്കുവാനും സാധിക്കുകയില്ല. എന്നാൽ ഈ ഞാൻ ഭാവം, ഈ ശരീരബോധം പെട്ടെന്നൊന്നും ത്യജിക്കാൻ ആർക്കും സാധ്യവുമല്ല. അനന്തകാലത്തെ തപസ് കൊണ്ട് മാത്രമേ ആ നില കൈവരിക്കാൻ ഒരാൾക്ക് കഴിയുള്ളൂ. നമ്മുടെ ഭാവസ്പന്ദം, നമ്മുടെ അടിത്തട്ടിൽ നടക്കുന്ന ഓരോ ചിന്താ തരംഗങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്തി ശുദ്ധീകരണം വരുത്തി പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ആത്മബോധത്തിൽ എത്തുമ്പോൾ മാത്രമേ പരമമായ ശാന്തിയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും വാസ്തവ സ്വരൂപം ശാന്തിയാണെന്നാണ് പറയുന്നത്. എല്ലാ ജീവികളും, മനുഷ്യനല്ല എന്ന് വേണ്ട എല്ലാ ജീവികളും തേടുന്നത് ശാന്തിയും സമാധാനവും തന്നെയാണ്. സുഖത്തിനു വേണ്ടിയാണ് എല്ലാ ജീവികളും പരിശ്രമിക്കുന്നത്. അപ്പോൾ സുഖം എന്ന് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളുടെയും വാസ്തവ സ്വരൂപമാണ്. പക്ഷെ ആ സുഖത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. താൽക്കാലികമായ സുഖം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമുക്ക് ലഭിക്കുന്ന സുഖം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അല്പമാത്രമായ സുഖമാണ്. ആ സുഖം അല്പസമയം നിലനിൽക്കും, പിന്നെ അത് മറിഞ്ഞു പോകും, മിന്നി മറിഞ്ഞു പോകും. ജലരേഖ പോലെ എല്ലാം മാഞ്ഞു പോകും. സ്വന്തം ശരീരം പോലും ഈ ലോകത്ത് ഒരു പരിധിവരെ നിലനിൽക്കുകയുള്ളൂ. പിന്നെ നമ്മൾ നേടിയ നേട്ടത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ സത്യത്വ ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക. പരസ്പരം സ്നേഹിച്ചും സേവിച്ചും സഹകരിച്ചും ജീവിക്കുക. അങ്ങനെ ഈ ലോകത്തെ സ്വർഗമാക്കുക. അതോടൊപ്പം തൻ്റെ വാസ്തവ സ്വരൂപം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതാണ് മാനവ ജീവിതത്തിൽ ഒരാൾക്ക് നേടിയെടുക്കുവാനുള്ള മഹത്തായ നേട്ടം എന്ന് പറയുന്നത്. ഭൗതികമായ നേട്ടങ്ങളെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മെ വിട്ടുപോകും. നമ്മുടെ ശരീരം പോലും വിട്ടുപോകും. അത് വേണ്ട എന്നല്ല പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയൊക്കെ തന്നെയാണ് മനുഷ്യ ജീവിതത്തെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്, ഉയർത്തിയിട്ടുള്ളത്. ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഒക്കെ നമ്മെ രക്ഷിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യ തന്നെ. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഈ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം നമ്മുടെ ശാശ്വത സ്വരൂപത്തെക്കുറിച്ചും നമ്മൾ അറിയാൻ ശ്രമിക്കണം എന്നാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. അതിന് നിരന്തരമായ തത്വജ്ഞാനവും ധ്യാനവും കൂടിയേ തീരൂ. അതിന് നമ്മുടെ ജോലി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി താമസിക്കുകയോ ഗുഹാന്തരങ്ങളിൽ പോവുകയോ ഒന്നും വേണ്ട. സ്വന്തം ജീവിതത്തിൽ ഒരു ബോധം, ഒരു അവയർനെസ് കൊണ്ടുവരിക. അങ്ങനെ ഓരോ കാര്യവും ബോധപൂർവം ചെയ്യുന്നത് തന്നെയാണ് ധ്യാനം എന്നാണ് ധ്യാനത്തെപ്പറ്റി പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. വിവേകപൂർവ്വം നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ദുഃഖത്തിനും സുഖത്തിനുമൊക്കെ നമ്മൾ തന്നെയാണ് കാരണം. നമ്മുടെ നിയന്ത്രണമില്ലാത്ത ചിന്തകളും സങ്കല്പങ്ങളും ഭാവനകളും തന്നെയാണ് നമുക്ക് നരകവും സൃഷ്ടിക്കുന്നത്. നല്ല ചിന്തയും നല്ല കർമ്മവും നല്ല പ്രവൃത്തിയും നമുക്ക് സ്വർഗവും സൃഷ്ടിക്കുന്നു. സ്വർഗനരകങ്ങൾ ഭൂമിശാസ്ത്രപരമല്ല, അത് മനഃശാസ്ത്രപരമായ കാര്യമാണ്. ഇതെല്ലാം തന്നെ
മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മനോജയമേവ മഹാജയ എന്ന് പറയുന്നത്. മനോജയം മാത്രമാകുന്നു മഹാജയം, മറ്റെല്ലാ ജയവും പരാജയമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാ നേട്ടങ്ങളും ഒരു ദിവസം നമ്മെ കൈവെടിഞ്ഞു പോകും. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലോകത്ത് ജീവിക്കുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ ആത്മീയത എന്ന് പറയുന്ന ആരെങ്കിലും പറ്റിക്കാനോ വഞ്ചിക്കാനോ പണമുണ്ടാക്കാനോ ഒന്നുമുള്ള മാർഗമല്ല. നീ നിന്നെ അറിയൂ, അപ്പോൾ നിനക്ക് നിന്നെയും അറിയാം മറ്റുള്ളവരെയും അറിയാം എന്നാണ് നമ്മളോട് ശാസ്ത്രം പറയുന്നത്. ഇതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും. സ്വയം അറിയുക, അതിലും വലിയ മഹത്തായ അറിവ് മറ്റൊന്നുമില്ല. അതിന് നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുകയോ തോപ്പിക്കുകയോ പണമുണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം തൻ്റെ ജോലിക്കിടയിൽ തൻ്റെ ഒരു സമയം കണ്ടെത്തിയിട്ട് ആ യാഥാർത്ഥ്യം തന്നിലേക്ക് തന്നെ നോക്കാൻ ഒരു സമയം കണ്ടെത്തി തൻ്റെ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം ഓരോ വ്യക്തിക്കുമുണ്ട്. ഒരു ജീവൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും പ്രത്യേകമായ കർമ്മവും സംസ്കാരവും എല്ലാം കാണും. അതിനെ ശുദ്ധീകരിക്കേണ്ടതും തന്നെ സമാധാനത്തിൽ നയിക്കേണ്ടതും ഉത്തരവാദിത്തം ഓരോരാർക്കുമുണ്ട്. ഓരോരുത്തരും ദൈവം തന്നെയാണ്. അതിനെ മറച്ചിരിക്കുന്ന നമ്മുടെ ചിന്താദൂഷ്യങ്ങൾ, മായ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താദൂഷ്യം തന്നെയാണ്. മനസ്സ് തന്നെയാണ് മായ. ആ മനസ്സിനെ ജയിക്കുമ്പോൾ നമ്മൾ ആത്മബോധത്തിലേക്ക് ഉണരും എന്നാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്.